ബംഗളൂരു അപ്പാർട്ട്മെന്റ് കൊലപാതകത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. പ്രതി കണ്ണൂർ സ്വദേശി ആരവനെയാണ് കർണാടക പോലീസ് പിടികൂടിയത്. രാത്രിയോടെ പ്രതിയെ ബംഗളൂരിലെത്തിക്കും. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചേരുന്നു. അരുൺ, ആരവനായി കണ്ണൂരിലടക്കം തിരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? നിർണായകമായ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ട കേസാണ്. ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈലെ, ആരവിനെ എവിടെ നിന്ന് പിടികൂടിയെന്ന കാര്യം കർണാടക പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് ആ കാര്യത്തിൽ പോലീസ് നിലവിൽ എന്തായാലും വ്യക്തത വരുത്തിയിട്ടില്ല. രാത്രിയോടെ ബംഗളൂരുവിൽ ആരവിനെ എത്തിക്കും എന്ന കാര്യമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടന്നത്. മൃതദേഹം കണ്ടെത്തിയത് ബംഗളൂരു ഇന്ദിരാനഗറിലെ ഒരു അപ്പാർട്ട്മെന്റിലെ മുറിയിലാണ്. അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയുടെ മൃതദേഹം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ആരവിന്റെ ഈ കൊലപാതകത്തിന് പിന്നിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവാണ് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം 26-ാം തീയതി രാവിലെയാണ് ഈ ആരവ് ഒളിവിൽ പോകുന്നത്. അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ആരവ് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ഒരു വ്യക്തത ഇല്ലാതിരുന്നത്. അങ്ങനെയാണ് പോലീസ് 3 സംഘമായി, അതായത് കേരളത്തിലും അതോടൊപ്പം തന്നെ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ആരവിന് ഈ ഗോവയിൽ ഉൾപ്പെടെ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന കാര്യം പോലീസിന് അത്തരം വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഈ കേസിൽ ആരവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയത്. അതിനൊടുവിലാണ് നിലവിൽ ഇപ്പോൾ ആരവിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ കൊലപാതകം എന്തിനു വേണ്ടി നടത്തി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രണയബന്ധത്തിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ പോലും ആരവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ആ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത എന്തായാലും ഉണ്ടാവുള്ളൂ. ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് ആ കേസിലാണ് മലയാളിയായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവിനെ നിലവിൽ കർണാടക പോലീസ് പിടികൂടിയിട്ടുള്ളത്. അപ്പാർട്ട്മെന്റിലെത്തി അസം സ്വദേശിയെ കുത്തിക്കൊന്ന പിന്നീട് രക്ഷപ്പെട്ട ആരവനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന വാർത്തയുടെ വിശദാംശമാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.